അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ബലാത്സംഗ കേസിൽ നിർണായകമായ തെളിവുകൾ രാഹുലിന്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ നിന്ന് അന്വേഷണ സംഘം. നിർണായക ദൃശ്യങ്ങളും വിവരങ്ങളും ലാപ്ടോപ്പിലാണ്. എന്നാൽ തനിക്ക് പേഴ്സണൽ ലാപ്ടോപ്പ് ഇല്ലെന്നാണ് രാഹുൽ SITയോട് പറയുന്നത്. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലാപ്ടോപ്പ് രാഹുൽ മാറ്റിയിട്ടുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനാണ് രാഹുലിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. AV ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തെളിവുകൾ ഭദ്രമാക്കി വെച്ച് ആ തെളിവുകളിലുള്ള ഫോണുകളും ലാപ്ടോപ്പുകളെല്ലാം മാറ്റിയാണ് രാഹുൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോണുകൾ കണ്ടെടുക്കണം, ലാപ്ടോപ്പുകൾ കണ്ടെടുക്കണം. അതിജീവിതമാർ പറയുന്നത് അവരുടെയൊക്കെ ദൃശ്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിജിറ്റൽ ഡിവൈസുകളിലുണ്ട് എന്നാണ്. ഡിജിറ്റൽ ഡിവൈസുകൾ എവിടെ വേണമെങ്കിലും ആവാം. ഈ കേസ് വരുന്ന നിമിഷം മുതൽ അതൊക്കെ ഒന്നുകിൽ നശിപ്പിക്കുകയോ മാറ്റിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. SIT അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം അതിന്റെ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. രാഹുലിന്റെ ലാപ്ടോപ്പ് അടിയന്തരമായി കണ്ടെത്തണമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുലിന്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ എന്നാണ് അന്വേഷണ ഏജൻസി നിലവിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഈ ലാപ്ടോപ്പ് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പരിശോധന. പക്ഷേ രാഹുലിന്റെ മുറിയിൽ പരിശോധിച്ചതിന് ശേഷം പോലും ഈ ലാപ്ടോപ്പ് അന്വേഷണ സംഘത്തിനെ കണ്ടെത്താനായിട്ടില്ല. ഈ ലാപ്ടോപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റിയതാകാമെന്നാണ് അന്വേഷണ സംഘം നിലവിൽ പറയുന്നത്. പക്ഷേ രാഹുലിനോട് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ലാപ്ടോപ്പ് ഇല്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. രാഹുലിനെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും ഇന്ന് ഹാജരാക്കുക. ഇന്ന് കോടതി അവധിയാണ്. അതിനാൽ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി മേൽ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനിക്കുന്നത്. നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നത്. ഈ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർക്കും. കാരണം രാഹുൽ നിലവിൽ പുറത്തിറങ്ങിയാൽ അത് ഈ കേസ് അന്വേഷണത്തെ പൂർണ്ണമായി ബാധിക്കും. ഇരകളെ ഉൾപ്പെടെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ട് അങ്ങനെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പത്തനംതിട്ട AR ക്യാമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി ഈ AR ക്യാമ്പിൽ തന്നെയാണ് രാഹുൽ താമസം. പക്ഷേ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. രാഹുൽ പതിവ് പോലെ ഒരു ചിരി മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. ഒപ്പം തന്നെ ഈ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തനിക്ക് അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഇല്ല എന്നൊരു മറുപടി രാഹുൽ നൽകുന്നു. ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘം വിശദമായ ചോദ്യാവലി, ഇരയുടെ മൊഴിയും പരാതിയുമൊക്കെ പരിഗണിച്ച് വിശദമായൊരു ചോദ്യാവലി അന്വേഷണ സംഘം തയ്യാറാക്കിയിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ രാഹുൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. നാളെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ആ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ എതിർക്കും. ഒപ്പം തന്നെ ഈ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം നിലവിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ ഉച്ചയോടെ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും. മേൽ നടപടികൾ പോലീസ് എന്തായാലും സ്വീകരിക്കും. അന്വേഷണ സംഘം ശാസ്ത്രീയമായി പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ളൊരു നീക്കത്തിലാണ്. ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെത്തണം. ഒപ്പം തന്നെ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള നീക്കത്തിലാണ്. രാഹുലിന്റെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഐഫോണും സാംസങ് ഫോണും അധികം വൈകാതെ SIT സംഘം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വയ്ക്കും. അങ്ങനെ പരമാവധി തെളിവുകൾ രാഹുലിനെതിരെ കോടതിയിലെത്തിക്കുക, രാഹുലിനെ ലോക്കാക്കുക, അതുതന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ. ജയശങ്കറിന്റെ പിറകിൽ വാതിലൊന്ന് തുറന്നടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറി ഇറങ്ങിയതാ. താങ്ക് യു. അപ്പോൾ ജയശങ്കറാണ് പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. പാസ്വേഡ് കൊടുക്കുന്നില്ല, ലാപ്ടോപ്പ് എവിടെയാണെന്ന് പറയുന്നില്ല, എത്ര ഫോണുകൾ ഉപയോഗിച്ചു എന്നുള്ളതിന് കൃത്യമായ വിവരങ്ങൾ നൽകുന്നില്ല. പല ഫോണുകൾ പല സമയങ്ങളിൽ ഉപയോഗിച്ചതായി ചില വിവരങ്ങൾ വരുന്നുണ്ട്. ഒരു സ്ഥിരം കുറ്റവാളിയുടെ എല്ലാ തന്ത്രങ്ങളും ബുദ്ധിപൂർവമായ നീക്കവും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഫോണിനുമപ്പുറം മറ്റു കൂടുതൽ ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു അനുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അന്വേഷണ സംഘം പറയാൻ പോകുന്നത് ഇതുവരെയും അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ അതിജീവിതമാർക്കത് ഭീഷണിയാണ്. അത്തരം വാട്സപ്പ് ചാറ്റുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും. കൂടാതെ മറ്റു പരിശോധനകൾ അന്വേഷണ സംഘം തുടരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. ഓർമ്മതൻ മഞ്ഞു പുതച്ച വീഥികളിൽ ഒരു പകരക്കാറ്റായി നീ വരിക എന്ന് വിനുവാരിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അജി പറയുന്നു, ഒരാളുടെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം. ആ സമയം തന്ന് നമ്മളെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ, അയാളുടെ സമയത്തേക്കാൾ വലുത് നമ്മൾ തന്നെയാണ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. ശരിയാണ്.
പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിജയ് നായകനായ തമിഴ് ചിത്രം ജനനായകന്റെ സമയമായോ എന്നുള്ളതാണ് ചോദ്യം. ജനനായകന്റെ റിലീസ് പ്രതിസന്ധി ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് LLP നൽകിയ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. പ്രദർശനാനുമതിയിൽ തീരുമാനമെടുക്കുന്നതിന് സ്റ്റേ നൽകിയ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. പിയ സുനിലുണ്ട്. പിയ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. പിയ സുനിൽ, ജനനായകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. പടത്തിന് എന്തായാലും ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രചരം കിട്ടി ഈ കേസുകൊണ്ട്. പക്ഷേ നിശ്ചയിച്ച സമയത്ത് പടം പുറത്തിറക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പടം 100 കോടി കളക്ട് ചെയ്യും എന്ന മട്ടിലാണ്. അതിനും അപ്പുറത്തേക്ക് പോയേക്കാം എന്നുള്ളതാണ്. ബ്രഹ്മാണ്ഡ ചിത്രം എന്ന നിലയിലേക്കാണ് പ്രചരിപ്പിക്കുന്നത്. സിനിമ കാണാൻ നമ്മളും തയ്യാറെടുത്തിരിക്കുകയാണ്. വിജയ് ആരാധകരെ നിരാശരാക്കുന്നതോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നതോ ആയ ഒരു തീരുമാനം ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നേക്കാം. ഇന്ന് എന്താണ് സാധ്യതകളുള്ളത്? പിയ സുനിൽ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും പൊങ്കൽ ആഘോഷങ്ങൾക്കിടയിൽ തമിഴ്നാട്ടിൽ ആവേശം പരത്തുന്നതാകും ജനനായകൻ എന്നാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ പൊങ്കൽ ആഘോഷ പരിപാടികൾ തമിഴ്നാട്ടിൽ തുടരുകയാണ്. ഏതായാലും ആ ഒരു പശ്ചാത്തലത്തിൽ വളരെ നിർണായകമായിരിക്കും ഇന്നത്തെ സുപ്രീം കോടതിയുടെ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. വെങ്കട്ട് നാരായണാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സെൻസർ ബോർഡ് അനാവശ്യമായി അസാധാരണമായി ഈ സിനിമയുടെ റിലീസ് തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു. 10 ഭേദഗതികൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചതാണ്. ആ ഭേദഗതികൾ നടപ്പാക്കിയിട്ട് പോലും സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നീക്കം സെൻസർ ബോർഡിൽ നിന്ന് ഉണ്ടാകുന്നില്ല. നേരത്തെ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ 9-ാം തീയതി സിനിമയ്ക്ക് അടിയന്തരമായി സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ആ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യുക, സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകുക, എത്രയും പെട്ടെന്ന് ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള സെൻസർ സർട്ടിഫിക്കറ്റിനായി. ഏതായാലും അക്കാര്യത്തിൽ സുപ്രീം കോടതി പെട്ടെന്ന് ഒരു ഇടപെടൽ ഇന്ന് നടത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും